ഹേ വെൽക്കം. നമ്മളിന്ന് ഔട്ട്ഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോണത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കുർത്തിയും 2 ബോട്ടവും വേണം. ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു ഷോളോ ജാക്കറ്റോ എന്താ നിങ്ങളുടെ പക്കലുള്ളതെങ്കിൽ അത് എടുക്കണം. സോ ഇത്രയും വെച്ചിട്ട് നമ്മൾ 4 ഔട്ട്ഫിറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുർത്തിയുടെ എണ്ണം കൂട്ടാം, ബോട്ടത്തിൻ്റെ എണ്ണം കൂട്ടാം. പക്ഷേ ഷോൾ എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരേണ്ടതാണ്. അപ്പോൾ മാച്ചായിട്ട് പോകുന്നത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഫോർമുല പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആക്സസറീസ് ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ തൽക്കാലം ആക്സസറീസും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പിന്നൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എൻ്റെ കുർത്തി നമ്പർ 1 ഇതാണ്, പിന്നെ കുർത്തി നമ്പർ 2 ഇതാണ്, ബോട്ടം നമ്പർ 1, ദെൻ ബോട്ടം നമ്പർ 2 ഈ ഒരു സ്കേർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഷോളാണ് ഇത്. ഇതിനോട് എല്ലാത്തിനോട് മാച്ച് ആയിട്ട് പോകുന്ന ഒരു ഷോൾ ഇതാണുള്ളത്. ആദ്യം നമ്മൾ സെറ്റ് നമ്പർ 1 റെഡിയാക്കി എടുക്കാനായിട്ട് പോവാണ്. കുർത്തി നമ്പർ 1 കൂടി ബോട്ടം നമ്പർ 1 പെയർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഷോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലുക്ക് നമ്പർ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലുക്ക് നമ്പർ 2 വേണ്ടിയിട്ട് ആ കുർത്തി അങ്ങനെ തന്നെ നിൽക്കട്ടെ, നമ്മുടെ ബോട്ടം മാത്രം ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. സോ ഫസ്റ്റത്തെ കുർത്തി വെച്ചിട്ട് നമ്മളിതാ 2 ലുക്സ് ക്രിയേറ്റ് ചെയ്തു. ഇത് സെറ്റ് വേണമെന്നുള്ളത് നമുക്ക് പേര് കൊടുക്കാം. ഇനി സെറ്റ് 2 വേണ്ടിയിട്ട് നമുക്ക് എന്താ ആവശ്യമുള്ളത്? അടുത്ത കുർത്തിയാണ് വേണ്ടത്. സെക്കൻഡ് കുർത്തി ഫസ്റ്റ് ബോട്ടം പെയർ ചെയ്യുന്നു, ഷോൾ ആഡ് ചെയ്യുന്നു. ഇനി ആ ബോട്ടം മാത്രം മാറ്റി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ലുക്കും കിട്ടിയിട്ടുണ്ട്. സെറ്റ് നമ്പർ 2 റെഡിയായി. സോ നമുക്ക് ഇപ്പോൾ ഈ 4 ഔട്ട്ഫിറ്റ്സ് ആണുള്ളത് അല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ലുക്സ് ക്രിയേറ്റ് ചെയ്തെടുത്തത്. നമുക്ക് വേണമെങ്കിൽ കുർത്തിയുടെ എണ്ണം കൂട്ടാം, ബോട്ടത്തിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഔട്ട്ഫിറ്റ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് വരുന്നൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഇൻഡോ വെസ്റ്റേൺ ലുക്കിൽ ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ബോട്ടം അല്ലെങ്കിൽ ഒരു ടോപ്പ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മേ ബി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജാക്കറ്റ് വേണമെങ്കിൽ മാറ്റിക്കൊണ്ടും ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ.